സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എഴുന്നേറുന്നത് ഇന്നൊരു വിഷു വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഇന്ന് വിഷു അല്ല ഗൈസ്, വിഷുവിൻ്റെ തലേ ദിവസമാണ്. വിഷുവിൻ്റെ തലേ ദിവസമാണ് ഗൈസ്. അവിടെ വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളും യെസ് ഗൈസ്, അത് ഒരു കോൾ വന്നെയാണ്, അത് വെറുതെ ഉള്ളൊരു കോളാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് വിഷു അല്ല ഗൈസ്, വിഷുവിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഗൈസ്, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ പടക്കം ഉണ്ടായിരുന്നു. ആണെങ്കിൽ സൈഡിൽ, ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കണി വെക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ കണി വെക്കുന്നത് നമ്മളല്ലല്ലോ, അച്ഛനമ്മമാരാണല്ലോ. അപ്പോൾ നമുക്ക് കണി വെക്കുന്നതിൽ ഒരു പങ്കുമില്ല. നമ്മളെന്താണ് കാണുക, കണി കാണുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും നമ്മൾ കുറേ വെടീസ്, അത്ര വലിയ വെടിയൊന്നുമില്ല, എന്നാലും കുറച്ച് വെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഞാൻ സോ എക്സൈറ്റിംഗ് ഗൈസ്. നമുക്ക് കത്തിക്കാൻ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പച്ചനാട് നിന്ന് വണ്ടി മാറ്റാണല്ലേ, ഇതാണ്ടോ വണ്ടി മാറ്റാണ്, ഇതാണ്ടോ. ഇത് 30 സെൻറ്റിമീറ്റർ അല്ലേ? യെസ്, 30 സെൻറ്റിമീറ്റർ ആണ്. ഇത് 100 വെടി, 100 എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഞാൻ തന്നെ എന്ത് ചെയ്തു, കൃഷ്ണനി മുതൽ വളക്കും, പിന്നെ കാര്യമൊക്കെ ഇന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കൃഷ്ണനി മുതൽ വളക്കും, മുതൽ ചട്ടീത എല്ലാം നമ്മൾ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോറി, മിനിയാണ് ഗൈസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇത് പൊട്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. നമുക്ക് ഇതൊന്നും വളക്കുന്നൊന്നും മെഴുകുതിരി കത്തിക്കണ്ട. മെഴുകുതിരി ഗൈസ്, നമുക്ക് കുറച്ച് വലിയ മെഴുകുതിരി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗൈസ്, ഇപ്പോൾ എല്ലാവരും താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടാണുള്ളത്, അല്ലെങ്കിൽ മേലെ ലൈറ്റ് ഇട്ടിട്ടില്ല. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നോക്കാം ഗൈസ്. ഫസ്റ്റ് ഗൈസ്, ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ്, പക്ഷേ അത് ആയിട്ടില്ല കേട്ടോ, 2 കൊല്ലമായി ഗൈസ്. ഇത് ഭയങ്കര സൗണ്ട് ആയിട്ടോ. അടുത്തത് ഗൈസ്, അടുത്തത് ആ സാധനം തന്നെയാണ് കത്തിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അടുത്ത ലക്ഷ്മി വെടി. ഇല്ല ഓ മൈ ഗോഡ് ഗൈസ്, ലാസ്റ്റ് ആണ് കേട്ടോ എൻ്റെ പേര്. അതാർന്ന് ആരൊക്കെ കൂക്കുന്നുണ്ട്. ഓ ഗൈസ്, ഇനി ലക്ഷ്മി വടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെടി ഗൈസ്, ഇത് ചെറിയ ചെറിയ വടി, വെടി സോറി. നമുക്ക് നെക്സ്റ്റ് പൂക്കുറ്റി കത്തിക്കാം. ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തു ഗൈസ്. കമ്പിത്തിരി കത്തിച്ചിട്ട് നമുക്ക് ഇത് കത്തിക്കാം. അല്ല കൊട്ടി കത്തിക്കാൻ അല്ല, ഒന്ന് പിടിച്ചോ. ഇല്ലല്ലോ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ, കുറച്ച് നമ്മൾ കത്തിച്ചതിന് ശേഷം വരാം. അങ്ങനെ നമ്മൾ എല്ലാം കത്തിച്ച് കഴിഞ്ഞു. ഓക്കെ, പൂക്കുറ്റി അതൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കമ്പിത്തിരി മാത്രമേ കത്തിക്കുന്നത്, എനിക്ക് പേടിയാണ്. ഓക്കെ, ഇനി ഇതൊക്കെ ഉണ്ട്, നാളെ പറങ്കിയോടെയൊക്കെ ഉണ്ട്, പറങ്കിയോടെയൊക്കെ ഉണ്ട്. പക്ഷേ അല്ല 100 ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ്, അതായത് നാളെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര സമയം ഗൈസ് നോക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്, കാരണം നാളെ കണി കണ്ടേ. അപ്പോൾ ഗൈസ്, ആ ചെടിക്ക് തീ പിടിച്ചു ഗൈസ്. ഓക്കെ സാറല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിഷുവിന് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീറ്റ് കാണാം കേട്ടോ. ചിലമ്പിട്ടോടിവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ ശിശുക്കളായുള്ള സഖിമാരും നിങ്ങൾക്കൊന്നും കാണാൻ ചാൻസ് ഉണ്ടാവില്ല. ഞാൻ രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്തു, രാവിലെ എണീച്ചിട്ട് കണിയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ പൂക്കുറ്റി, അതായത് വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
ഫോൺ വിളിച്ചാണ് അതാണ് പിരിയുള്ളത്. അതന്നെ 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 ആയി ആയി ഗൈസ് ഇവിടെയൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ കാണുന്നുണ്ട്. ഇതാണെന്നൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല കേട്ടോ. മൊത്തം ഇടായിരിക്കും. നെക്സ്റ്റ് ഒരു വെടി. യാ ചെറിയ വെടി പോയി. വീണ്ടും കത്തുന്നുണ്ടല്ലോ അത്. അവിടെ വേറെ എവിടെ തീ പിടിച്ചു. നെക്സ്റ്റ് ആ വലിയ ഗ്ലാസ് തന്നെ നല്ലത്. നെക്സ്റ്റ് അല്ലല്ലോ. ആ ഇല്ല ഇല്ല ആ കേട്ടോ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല ഞാൻ പോസ് ചെയ്തിന് ഇത് കത്തിച്ചാലോ. ആ ഓക്കെ കണി അവിടെ ഉണ്ട് കേട്ടോ. യെസ് നമുക്ക് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. യെസ് നോക്കാം. നെക്സ്റ്റ് സാധനം ഇത് പങ്കി എവിടെയാ? കുരുവിയോടും ഇല്ലല്ലോ. ആ ഓക്കെ പേടിച്ച്. യെസ് ഗൈസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സാധനം അവിടൊക്കെ കത്തിക്കുന്നുണ്ട്. അത് വീണ്ടും കത്തിക്കാണ്ട് പോവാണ്. യെസ് ഓക്കെ സ്പേസ് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം. ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. നമ്മളെ കമ്പിത്തിരിയൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ കത്തിക്കാണിച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടായി. സത്യം സമയം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കീയാണെന്ന് തോന്നുന്നു. യെസ് അമ്പലത്തിൽ പോവാണ് അവർ. ഇതിലാണ് ഗൈസ് പോകുന്നത്. ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ ഏച്ചിട്ടാണ് ഇപ്പോൾ. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടല്ല. ഇന്ന് രാവിലെ എടുത്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്തു കണിയൊക്കെ കണ്ടു. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എടുത്ത് കണി കണ്ടു. കണി കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. കണി കൊണ്ടുവന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? തോന്നുന്നു വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നുന്നു. ഏച്ചിയാണ് എടുത്തത് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഓക്കെ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് പറഞ്ഞിട്ട് സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് കണിയൊക്കെ കണ്ടു. പിന്നെ രാവിലെ എണീച്ചിട്ട് പൂജയൊക്കെ കത്തിച്ചു. പിന്നെ ഞാൻ കുളിച്ച് ഗൈസ്. ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ ഞാൻ പോയിട്ടില്ല. ബാക്കി ഇവർ മൂന്നാണ് പോയി. അപ്പോഴേക്കും ഞാൻ കടന്നുറങ്ങാൻ തോന്നുന്നുണ്ടായത്. കണി കാണിച്ചതിന് ശേഷം ഞാൻ കണിയൊക്കെ കണ്ടിട്ട് കടന്നുറങ്ങി. അപ്പോൾ അതാണ് കണിയൊക്കെ കണ്ടിട്ട് കടന്നുറങ്ങിയിട്ടാകുമ്പോഴേക്കും ഇവരെല്ലാവരും മുന്നേ പോയി എന്നൊക്കെ കത്തിയിട്ട്. അപ്പോൾ എനിക്ക് ആണെങ്കിൽ 11 മണിയായി ഗൈസ് നോക്കട്ടെ. 11:35 ഗൈസ്. ഇപ്പോൾ 11:35 ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നടയൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പോയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ഇപ്പോഴാണ് എണീച്ചത്. ഞാൻ ചായക്ക് കുടിച്ചു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോസിലോട്ട് കിടക്കാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണട്ടുള്ളത്. രണ്ട് ഗൈസ് ഗുരുവായൂർ അമ്പലം നടയിൽ നമ്മുടെ കണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ് ഉച്ചക്കത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഗൈസ്. ഇവിടെ പകുതി വരെ പണി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറേ ക്ലിപ്പ് ഇതാ ആക്കിക്കൊണ്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട്. നല്ല കല നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ്. നോക്കൂ ഗൈസ്. ഗൈസ് ഇതാ നോക്കാം. നമുക്കിത് മറിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അതാണെന്ന് റെഡി ആയിക്കോട്ടെ. ഹേ ഗൈസ് അപ്പോൾ ഞാൻ ചോറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചോറ് കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. ചോറും അതുപോലെ ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഓക്കെ ബൈ. അപ്പോൾ ചോറ് കഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കാണാം. ഹേ ഗൈസ് അപ്പോൾ ഞാൻ ഉച്ചക്ക് ഞാൻ പറഞ്ഞതാണ് നിർത്തിയതാണല്ലേ. അപ്പം ഞാനിപ്പോൾ രാത്രി സമയം 10 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷു കഴിഞ്ഞു. അപ്പോൾ വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.